ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ വൈദ്യുതിയുടെ ലോകം അഥവാ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പഠന പ്രവർത്തനമാണ് എമർജൻസി ലാമ്പ് നിർമ്മാണം. അപ്പോൾ എമർജൻസി ലാമ്പ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് ആദ്യമായി വേണ്ടത് ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ്. അതിനുശേഷം ഒരു PVC പൈപ്പ് വേണം, ഇത്രയും ലെങ്ത്തിലുള്ള ഒരു PVC പൈപ്പ്, അതുപോലെ തന്നെ ഒരു സ്വിച്ച്, പിന്നെ നമുക്ക് 9 വോൾട്ടിലുള്ള ഒരു ബാറ്ററിയാണ്. പിന്നീട് വേണ്ടത് കണക്ഷൻ വയേഴ്സാണ്. പിന്നീട് ഒരു CD, പിന്നെ 3 LED സ്ട്രിപ്പ്, അതുപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ്. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഒരു എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഈ ബോട്ടിൽ വായുവട്ടമുള്ള ഒരു ബോട്ടിൽ എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ PVC പൈപ്പ് അകത്തേക്ക് കയറ്റാൻ ആവശ്യമായ രീതിയിൽ ഒരു ഹോൾസ് നിർമ്മിക്കുന്നു. അതിനടുത്തായി തന്നെ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ നിർമ്മിക്കുന്നു. അപ്പോൾ അടുത്തതായി നമ്മൾ LED കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2 LED കണക്ട് ചെയ്തതും 1 സെപ്പറേറ്റുമാണ്. അപ്പോൾ നമ്മൾ LED കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവുമായും നെഗറ്റീവുമായാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവായി വന്നിട്ടുള്ളത് റെഡ് കളറും നെഗറ്റീവായിട്ട് വൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത്. ചില സ്ട്രിപ്പിൽ ചിലപ്പോൾ ബ്ലാക്ക് ആവാം, അതുപോലെ തന്നെ ഗ്രീനുമാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുകയാണ്. റെഡ് കളർ വയറ് റെഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വൈറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഇനി കവർ ചെയ്യുകയാണ്. ഇത് 2 വയറിനെയും നമ്മൾ കവർ ചെയ്യുക. അല്ലാത്ത പക്ഷം ഇത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. അതായത് നമ്മുടെ LED കണക്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് LEDയുടെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള പോസിറ്റീവ് വയർ നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവുമായും അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് വയർ നെഗറ്റീവുമായും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കണക്ഷന് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ LED സ്ട്രിപ്പ് ഇവിടെ പ്രകാശിച്ചത്. അപ്പോൾ നമ്മുടെ LED കണക്ഷൻ സെറ്റാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 2 വയറുകളാണ്. ഈ വയർ ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡുമാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഒരേ കളറാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് 2 കളറിൽ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് വയർ ബാറ്ററിയുടെ ബ്ലാക്ക് വയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള റെഡ് വയർ ബാറ്ററിയുടെ റെഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണക്ട് ചെയ്ത വയറിനെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് വയർ നമ്മുടെ LEDയുടെ നെഗറ്റീവ് വയറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ കണക്ട് ചെയ്ത വയറിനെ ഇൻസുലേഷൻ ഉപയോഗിച്ച് റാപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനായി ബാറ്ററിയുടെ LEDയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഒരു വയർ കണക്ട് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ബോട്ടിൻ്റെ അടപ്പ് ഊരിയിട്ട് അതിലേക്ക് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ സ്വിച്ചിൻ്റെ അടുത്ത ഭാഗവുമായി കണക്ട് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്വിച്ചുമായിട്ടുള്ള വയറുകളുടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് 2 വയറുകൾ കണക്ഷൻ നമ്മൾ റാപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സ്വിച്ച് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്തതായി നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ LED ബൾബ് നമ്മൾ
അത് യഥാസ്ഥാനത്ത് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തതായി നമ്മൾ LED ബൾബ് പ്ലേസ് ചെയ്യാൻ ആവശ്യമായ PVC പൈപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോട്ടിലിൻ്റെ അടപ്പിലുള്ള ഹോൾസിലേക്ക് കയറ്റുകയാണ്. അടുത്തതായി നമ്മുടെ ഈ ബാറ്ററിയെ അടപ്പിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് നന്നായി റാപ്പ് ചെയ്യുക. അടുത്തതായി നമ്മൾ LED സ്ട്രിപ്പ് നമ്മുടെ ഈ PVC പൈപ്പിലേക്ക് ഒട്ടിച്ചു വയ്ക്കുകയാണ്. അടുത്തായി നമ്മൾ ഈ ബോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. അത് ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എമർജൻസി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു സ്റ്റാൻഡ് ഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഘടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു CD ആണ്. CD യിൽ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം